ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് എന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു വിശുദ്ധ ദിനമാണ്. പക്ഷേ ക്രിസ്മസ് വെറും ആഘോഷമല്ല, ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാര ദിനം കൂടിയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് ബൈബിൾ പറയുന്നത് പോലെ മനുഷ്യനെ സ്നേഹിക്കാൻ, രക്ഷിക്കുവാൻ, നവീകരിക്കാൻ ദൈവം ആകാശമെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നിമിഷമാണ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ സത്യസാരമായ സന്ദേശം സ്നേഹമാണ്. ഉയരവും താഴ്ചയും നോക്കാതെ, ശക്തിയും ദൗർബല്യവും നോക്കാതെ, സമ്പന്നനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ലാതെ ദൈവസ്നേഹം എല്ലാവരിലേക്കും എത്തുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദിനമാണിത്. യേശു നമ്മോട് പറയുന്നത് സ്നേഹത്തിൽ ജീവിക്കുക, സമാധാനത്തിൽ നടക്കുക, കരുണയിൽ വളരുക എന്നാണ്. ക്രിസ്മസ് നമ്മെ സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു, ഇന്നെൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് വെളിച്ചമാകാൻ ഞാൻ എന്തു ചെയ്തു? എൻ്റെ കുടുംബത്തിലോ സുഹൃത്തുക്കളോ സമൂഹത്തോടോ ഞാൻ സ്നേഹം പങ്കുവെച്ചു? ദൈവം എന്നോട് കാണിച്ച കാരുണ്യം ഞാൻ മറ്റുള്ളവരോടും കാണിച്ചു? ക്രിസ്മസ് മരങ്ങളും നക്ഷത്രങ്ങളും സമ്മാനങ്ങളും സുന്ദരമാണ്. പക്ഷേ അതിനേക്കാളും വലിയൊരു അലങ്കാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. മനുഷ്യനെ വിലമതിക്കുന്ന മനസ്സ്, ക്ഷമിക്കുവാനുള്ള മനസ്സ്, സ്നേഹം പങ്കുവെക്കുവാനുള്ള തയ്യാറെടുപ്പ്. ആദ്യ ക്രിസ്മസ് രാത്രിയിൽ ദൂതൻ ലോകത്തോട് പ്രഖ്യാപിച്ച വാക്കുകൾ ഇന്നും നമ്മോടും പറയുന്നു: ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സമാധാനം നമ്മുടെ വീടുകളിലും സമൂഹത്തിലും കുടുംബങ്ങളിലും നിറഞ്ഞാൽ മാത്രമേ ക്രിസ്മസിൻ്റെ സന്തോഷം സത്യമായി അനുഭവിക്കാൻ കഴിയൂ. യേശുവിൻ്റെ ജനനം മനുഷ്യരുടെ പ്രത്യാശയുടെ ഒരു പുതിയ അധ്യായം തുറന്നു. ഈ ക്രിസ്മസ് സീസണിൽ നാം ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. ഞാൻ ഈശോയുടെ വെളിച്ചത്തിൽ നടക്കും, ഞാൻ സമാധാനം വിതറും, ഞാനൊരു ചെറിയ ക്രിസ്മസ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിൻ്റെ സന്തോഷം നിമിഷനേരം മാത്രമുള്ളതല്ല. സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ പ്രതിദിനം ക്രിസ്മസ് അനുഭവിക്കാം. യേശുവിൻ്റെ സ്നേഹവും കരുണയും ത്യാഗവും വെളിച്ചവും ഇവയെല്ലാം നമ്മിൽ ജീവിക്കുമ്പോൾ ലോകം കൂടുതൽ മനോഹരമാകും. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരനുഗ്രഹീത ക്രിസ്മസ് ആശംസിക്കുന്നു.